നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു അത്ഭുത സ്വിച്ച് ബോർഡിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചും സ്വിച്ച് ബോർഡിനെ കുറിച്ചും ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും കടത്തെ മാറ്റി നിർത്തുവാനുള്ള പ്രധാനപ്പെട്ട സ്വിച്ച് ബോർഡിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള ലോണുകൾ, ചിട്ടികൾ, EMIകൾ എന്നിവയാൽ കടം വാങ്ങിച്ചും തിരിച്ച് അടയ്ക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമാണ്. നമ്മളിൽ പലർക്കും മാസ ആദ്യവാരത്തിൽ തന്നെ നമ്മുടെ കൈകളിൽ നിന്നും ഒരുപാട് പണം പോകുന്നുണ്ട്. പല സാഹചര്യത്തിലും അത്യാവശ്യത്തിന് നമ്മൾ ലോണുകൾ എടുക്കാറുണ്ട്. അതൊരു പക്ഷേ ഹൗസിംഗ് ലോണോ, വാഹന ലോണോ, അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ, പലതരത്തിലുള്ള ലോണുകൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുവാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാനും ഒക്കെ ലോണുകൾ എടുക്കുന്ന സമയത്ത് നമ്മളാരും എത്ര പലിശ വരും, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അത് എത്രമാത്രം നമുക്ക് ബാധ്യതയാകുമെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. എടുത്തു കഴിഞ്ഞ് നമ്മളൊരു 3 വർഷം കൊണ്ട് തീർക്കേണ്ട തുകകൾ നമ്മളൊരു 5 വർഷം വരെയും അടച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ 1 രൂപ പോലും നിൽക്കുന്നില്ലല്ലോ എന്നു കരുതി നമ്മളിൽ പലരും സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഈ കടങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഉറങ്ങുവാനോ ഉണ്ണുവാനോ, എന്തിനേറെ പറയുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നന്നായി ചിരിച്ച മുഖത്തോടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും നമ്മളിൽ പലർക്കും നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം, അല്ലെങ്കിൽ എങ്ങനെ മോചനം നേടാം എന്നതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സ്വിച്ച് ബോർഡുകൾ എന്താണ് എന്നതിനെക്കുറിച്ചും നമുക്ക് കാണാം. നമ്മളിൽ പലരും ചിന്തിക്കേണ്ടത്, ഈ ഘട്ടത്തിലെല്ലാം നമ്മൾ വളരെ വിഷമത്തിലായിരിക്കും. നമ്മുടെ മനസ്സ് കടന്നു പോകുന്നത് കടം വാങ്ങിയവർക്ക് കൊടുക്കേണ്ടത് ആലോചിച്ചു, എങ്ങനെ അവർക്ക് തിരിച്ചു കൊടുക്കും, അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, EMI എങ്ങനെ അടയ്ക്കും, ഹൗസിംഗ് ലോൺ എങ്ങനെ അടയ്ക്കും, പേഴ്സണൽ ലോൺ എങ്ങനെ അടച്ചു തീർക്കും, ചിട്ടിയുടെ പൈസ എങ്ങനെ അടയ്ക്കും, ജോലി ചെയ്ത് കിട്ടിയ പൈസ അല്ലെങ്കിൽ ശമ്പളം ഒന്നിനും തന്നെ തികയുന്നില്ല, ഒരു കടം തീർക്കാൻ മറ്റൊരു കടം എന്നിങ്ങനെ വാങ്ങി മനസ്സ് വേദനിച്ചു കൊണ്ടുള്ള ചിന്തകളിലൂടെ ആയിരിക്കും നമ്മൾ എല്ലാവരും ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം നമ്മൾ ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണോ എത്തിക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും നമ്മുടെ ബുദ്ധിയിലൂടെ പ്രാവർത്തികമായിട്ട് വെളിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്താശേഷി എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരിക്കും. കടങ്ങൾ എത്രയും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര കടമുണ്ടെങ്കിലും ആദ്യം നമ്മൾ നമ്മളെ തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത്രയും കടം വെച്ച് ഞാൻ എങ്ങനെയാണ് പോസിറ്റീവായി ചിന്തിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിന്തിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടത്തിൽ നിന്ന് മാറി പുതിയ ഒരു സന്തോഷ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്നാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഒരു ദിവസത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട
സമയമാണ് രാവിലത്തെ 5 മിനിറ്റ്. 5 മിനിറ്റ് സമയമെന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പോസിറ്റീവായിട്ടുള്ള ദിവസത്തെക്കുറിച്ചാണ്. അല്ലാതെ ഇന്ന് ഞാൻ അവർക്ക് പണം കൊടുക്കാനുണ്ട്, ഇവർക്ക് പണം കൊടുക്കാനുണ്ട് എന്ന ചിന്താഗതിയോടെ ഉണർന്നെഴുന്നേൽക്കുന്നതിന് പകരം രാവിലെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഉണർന്നെഴുന്നേറ്റു കഴിഞ്ഞു. നമ്മൾ ആർക്കും തന്നെ നമ്മുടെ ഈ ഒരു ശരീരം അല്ലെങ്കിൽ ഈ ഒരു ജീവൻ എന്ന് പറയുന്നത് എപ്പോൾ ഏത് നിമിഷത്തിൽ നമ്മളെ വിട്ടു പോകുമെന്ന കാര്യം പറയുവാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഈ ദൈവാനുഗ്രഹം കൊണ്ടും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടും ഒരു ദിവസം കൂടി നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം എന്തു പറയണം? നന്ദി പ്രകടിപ്പിക്കണം. ആരോട്? യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തോട്. നമുക്ക് ജീവനും ജീവിതവും അന്ന് തന്ന് അനുഗ്രഹിച്ച ദൈവത്തിനോടും യൂണിവേഴ്സിനോടും നന്ദി എന്ന് പറയാം. ഇനി പലർക്കും കാഴ്ചാശക്തിയില്ലാതെ വിഷമിക്കുന്നുണ്ടാവും, കേൾവി ശക്തിയില്ലാതെ വിഷമിക്കുന്നവരുമുണ്ടാവും, പലർക്കും സംസാരിക്കാൻ വിഷമിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലും തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ഇതൊന്നും കണക്കാക്കാതെ നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മളും അവരെ പോലെ ആകണമെന്നല്ല പറഞ്ഞു വരുന്നത്. മറിച്ച് നമുക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ച ഈ എല്ലാ സൗഭാഗ്യങ്ങൾക്കും എന്തു പറയണം? നന്ദി പറയണം. പിന്നീട് അതായത് ഇതെല്ലാം നമുക്കുണ്ട്, ഇനി നമ്മളില്ലാത്ത കാര്യത്തെ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് കൊണ്ട് നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. അതെങ്ങനെ പറയാമെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം താങ്ക് യു പറഞ്ഞത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ പറയുവാൻ പോകുന്നത് നമുക്കിനി നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയാണ്. അതായത് നമുക്ക് ഇന്നൊരു കടം മേടിച്ചത് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു EMI അടയ്ക്കാനുണ്ട്, നിങ്ങളുടെ കയ്യിൽ 10ൻ്റെ പൈസയില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പണമില്ല എങ്കിലും നിങ്ങൾ അതൊന്നും ചിന്തിക്കരുത്. മറിച്ച് നിങ്ങളുടെ ഫോണിൽ ആ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ഇതൊരു വിഷ്വലൈസേഷൻ ആണ്. ആ ഒരു നിമിഷം നിങ്ങൾ എത്ര രൂപയാണോ കടം കെടുക്കാനുള്ളത് അല്ലെങ്കിൽ EMI അടയ്ക്കാനുള്ളത് അത് കൊടുത്ത് തീർക്കുവാൻ വേണ്ടി ഒരു തുക ആവശ്യപ്പെടുന്നത്, ആ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്ത് കാണുകയാണ്. ആ സമയത്ത് നമുക്ക് നമ്മളറിയാതെ ഒരു സന്തോഷം അനുഭവപ്പെടും. ആ സന്തോഷം നമ്മളൊന്ന് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട തുക നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് കടം വാങ്ങിച്ച തുക അല്ലെങ്കിൽ EMI അടയ്ക്കാനുള്ള തുക കൊടുത്തു കഴിഞ്ഞു. അതിന് നമ്മൾ ആദ്യം യൂണിവേഴ്സിനോട് ആദ്യമേ താങ്ക് യു എന്ന് പറയണം. ഞാൻ ആഗ്രഹിച്ച തുക എന്നിലേക്ക് അനുഗ്രഹിച്ച യൂണിവേഴ്സിനോട് താങ്ക് യു. ഞാൻ ആഗ്രഹിച്ച തുക അത് എത്രയാണോ ആ തുക എന്നിലേക്ക് എത്തിച്ച പ്രപഞ്ചമേ നന്ദി എന്ന് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ നമ്മുടെ ഒറ്റ മാസത്തെ പ്രശ്നം മാത്രമേ തീർന്നു കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ജീവിതകാലം മുഴുവനും ഈ കടങ്ങൾ ഉണ്ടാവരുതേ എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയാണ് അടുത്ത ഗ്രാറ്റിറ്റ്യൂഡ് പറയുവാൻ പോകുന്നത്. എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു, നന്ദി പ്രപഞ്ചമേ. ഞാനൊരു കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ ഒരു കോടീശ്വരിയായിട്ട് ജീവിക്കുന്നു, നന്ദി പ്രപഞ്ചമേ. എനിക്ക് ആവശ്യത്തിലേറെ പണം എന്നെ തേടി വന്ന് കൊണ്ടിരിക്കുന്നു. എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും അത് പറയുക. ഉദാഹരണത്തിന് 1 കോടി രൂപ വേണമെങ്കിൽ അത് പറയുക. അതല്ല ലക്ഷങ്ങൾ വേണമെങ്കിൽ അങ്ങനെ പറയുക. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 2 കോടി ഉണ്ട്, അതിന് ഞാൻ നന്ദി പറയുന്നു.
എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക. അതായത് നമ്മൾ ഒരു ഭിക്ഷക്കാരനെ പോലെയല്ല, നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിനോട് കിട്ടി അല്ലെങ്കിൽ അത് വേണം എന്നിങ്ങനെ യൂണിവേഴ്സിനോട് നമ്മുടെ മെസ്സേജ് പാസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ തീരുമാനം ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിലെ തീരുമാനം ആവർത്തിച്ച് പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന് നമ്മുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് ഒരിക്കലും നിരസിച്ച് കളയുവാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഇത് നിങ്ങളൊരു 5 മിനിറ്റ് ദിവസവും ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായി കുറച്ച് നാളുകൾ ചെയ്തു നോക്കൂ. ഒരു 21 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. മാറ്റം കണ്ടു തുടങ്ങിയാൽ പിന്നെ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന സമയം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിത ശൈലിയിലും നിലവാരത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ശാന്തിയും സമാധാനവും വന്നു ചേരും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വിച്ച് വേർഡും ഇതിനോടൊപ്പം നിങ്ങൾ പറയണം. അതായത് രാവിലെ എഴുന്നേറ്റിരുന്ന് 5 മിനിറ്റ് അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് കണ്ണുകൾ അടച്ച് നല്ല വിശ്വാസത്തിലൂടെ ഇങ്ങനെ പറയാം: ബി ഡൺ ടുഗെദർ ഫോളോ ഈസി. 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 ഇങ്ങനെ 5 മിനിറ്റോ 10 മിനിറ്റോ ചെല്ലാവുന്നതാണ്. അതുപോലെ നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയങ്ങളിൽ, വേണമെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ പറയാം. ഇതിൻ്റെ റിസൾട്ട് 1-2 ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് ദിവസങ്ങൾ, അതായത് 21 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്രദമായ ഈ സ്വിച്ച് വേർഡ് നിങ്ങളുടെ പ്രപഞ്ചശക്തിയോടുള്ള വിശ്വാസം പോലെയിരിക്കും. 21 ദിവസം കാത്തിരിക്കാൻ താല്പര്യം ഉള്ളവർ മാത്രം ഇത് ചെയ്യുക. അല്ലാത്തവർ വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകളോ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളോ ചെയ്യാവുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മെത്തേഡിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ഇത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറണം എന്ന് തോന്നുന്നവർ ട്രൈ ചെയ്ത് നോക്കൂ. നന്ദി.